സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. പ്രഘോഷകൻ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15. പുരോഹിതൻ പ്രഘോഷകനാണ്. അവൻ്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും അവൻ സുവിശേഷം പ്രഘോഷിക്കുന്നു. അവൻ്റെ സഹയാത്രികർ കൂടുതലായി ദൈവത്തെ അറിയാനും അവിടുത്തെ സ്നേഹം തിരിച്ചറിയാനും അവിടുത്തെ മാർഗത്തിൽ ചരിക്കാനും അവൻ്റെ പ്രഘോഷണങ്ങൾ സഹായകമാകുന്നു. അവൻ്റെ ഗുരുവും നാഥനുമായ യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനയച്ചപ്പോൾ അവിടുന്ന് അവരോട് ആവശ്യപ്പെട്ടതും പ്രധാനമായും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിരുന്നു. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവിടുത്തെ കരുതലിനെക്കുറിച്ചും അവിടുത്തെ പരിപാലനത്തെക്കുറിച്ചും അവിടുത്തെ ആഗതമാകുന്ന രാജ്യത്തെക്കുറിച്ചും യേശു പ്രഘോഷിച്ചതുപോലെ പുരോഹിതനും പ്രഘോഷിക്കുന്നു. കൂടാതെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സാധ്യമായ നിത്യജീവനിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും അവൻ പ്രഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായും യേശുവിൻ്റെ ശിഷ്യരായും ദൈവരാജ്യത്തിലെ അംഗങ്ങളായും നിത്യജീവന് അർഹരായും ജീവിക്കാൻ എങ്ങനെയുള്ള ജീവിത ശൈലിയാണ് പിന്തുടരേണ്ടതെന്ന് തൻ്റെ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി അവൻ സഹയാത്രികരോട് പറയുന്നു. ദൈവിക സന്ദേശമാണ് പുരോഹിതൻ പ്രഘോഷിക്കുന്നത്. താൻ എന്താണ് പ്രഘോഷിക്കേണ്ടതെന്ന് നിശബ്ദതയിലും പ്രാർത്ഥനയിലും കൂടെ അവൻ അന്വേഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലാണ് അവൻ സംസാരിക്കുന്നത്. നിരന്തരം ദൈവിക സന്ദേശം പ്രഘോഷിക്കുന്ന പുരോഹിതൻ ആ സന്ദേശത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവാൽ നയിക്കപ്പെട്ട് പുരോഹിതൻ പ്രഘോഷിക്കുന്നത് നല്ല വാർത്തയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സദ്വാർത്തയാണ് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. അവനെ ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളും വിശ്വാസം, സ്നേഹം, പ്രതീക്ഷ ഇവ കൊണ്ട് നിറയുന്നു. ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കി ജീവിക്കാനും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനും അതവർക്ക് ശക്തിയാകുന്നു. അവരിൽ ആരെങ്കിലും വഴിതെറ്റി നടക്കുന്നവരാണെങ്കിൽ അനുദപിച്ച് കർത്താവിൻ്റെ വഴിയിലേക്ക് വരാൻ അത് പ്രചോദനമാകുന്നു. ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും ബോധ്യത്തോടും കൂടെയാണ് പുരോഹിതൻ സുവിശേഷം പ്രഘോഷിക്കുന്നത്. അത് ചെയ്യാൻ ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നതും അതിനുള്ള കൃപ നൽകിയിരിക്കുന്നതും വലിയ ഭാഗ്യമായാണ് അവൻ കരുതുന്നത്. സുവിശേഷ പ്രഘോഷണം അവൻ്റെ അനുദിന ശുശ്രൂഷയുടെ ഭാഗമാണ്. ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും അധരം കൊണ്ട് അവൻ തൻ്റെ വിശ്വാസബോധ്യങ്ങൾ പ്രഘോഷിക്കുന്നു. എന്നാൽ വാക്കുകൾ കൊണ്ട് പ്രഘോഷിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് തൻ്റെ ജീവിതം കൊണ്ടാണ് അവൻ പ്രഘോഷിക്കുന്നത്. അവൻ്റെ ജീവിത വിശുദ്ധിയും വിശ്വാസവും
കണ്ടും കേട്ടും അവനിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും സാഹോദര്യവും നന്മയും കരുണയുമെല്ലാം അനുഭവിച്ചും ഏറെ പേർ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ആകൃഷ്ടരായി അവനോടൊത്ത് അവിടത്തെ മഹത്വപ്പെടുത്തുന്നു. അവർ ഒന്നു ചേർന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ എന്നെ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക. ഈ അടുത്തയിടെ ഞാൻ സുവിശേഷം പ്രസംഗിച്ച ഏതെങ്കിലും ഒരു സാഹചര്യം മനസ്സിലോർക്കുക. ആരോട് എന്താണ് ഞാൻ പ്രഘോഷിച്ചത് എന്ന് നോക്കുക. ഏറ്റവും തീഷ്ണതയോടെ എൻ്റെ അധരങ്ങൾ വഴിയും ജീവിതം വഴിയും സുവിശേഷം പ്രഘോഷിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക.